of so many people saying രവി സാറിൻ്റെ ക്ലാസ് എന്തോ വലിയ സംഭവമാണ്, പ്രസ്ഥാനമാണ്. ഞാൻ ഡോറിൻ്റെ അടുത്തായിരുന്നെങ്കിൽ പയ്യെ മുങ്ങിയാലോ എന്ന് വരെ ആലോചിച്ചു. ഓക്കെ, ബട്ട് ഓൾസോ ഫീലിംഗ് extremely proud that I listening to all of you and why you are here and sharing little bit of your experiences, and there are far more experiences in the room which are so steeped in what we can call compassion. അപ്പോൾ ഞാൻ രവി പ്രസാദ് വർമ്മ എന്നാണ് പേര്. ഞാൻ MD കമ്മ്യൂണിറ്റി മെഡിസിൻ ചെയ്തത് ജോവിൻ്റെ ജൂനിയറായിട്ട് ചെയ്ത അന്ന് തൊട്ട് പരിചയമുണ്ട്, നല്ല സുഹൃത്തുക്കളും. ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം. ആൻഡ് I was just reading the vision statement in his desk to foster a group of proactive medical graduates in addressing public health challenges with innovation, responsiveness and dedication to community well-being. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, റെസ്പോൺസീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ടു കമ്മ്യൂണിറ്റി വെൽബീയിങ്, വെൽബീയിങ് എന്താണ്, കമ്മ്യൂണിറ്റി വെൽബീയിങ് എന്താണ്, ഇതെങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ 12 കോർ വാല്യൂസ് സ്റ്റുഡൻസിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. അതിലൊരു വാല്യൂ ആണ് കമ്പാഷൻ. So I didn't know that there was this kind of vision statement and kind of exposition of the values that the department has. And ഇപ്പോൾ ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൈറ്റ് എന്നുള്ളത് കമ്പാഷൻ, ഇൻറ്റഗ്രിറ്റി, ടീം ആൻഡ് എക്സലൻസ്, ഹൗ മച്ച് this is aligned with the vision of the institution and the department. I don't know whether when Jobins and I had the initial conversations that this would fit in so nicely into this, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പല range of participants ഉണ്ട്, from somebody who is setting out as an undergraduate to someone like madam, ജീവിതം ഇത്രയും കണ്ട് നമുക്കൊക്കെ, പക്ഷെ ഞാൻ കരുതുന്ന എല്ലാവരുടെ അടുത്തും നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു സ്പെക്ട്രം ഓഫ് പാർട്ടിസിപ്പൻസ്, മജോറിറ്റി കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ്, വിച്ച് ഇസ് ഓൾസോ എ ഗുഡ് തിങ്, ബിക്കോസ് സംടൈംസ് ഐ ഫീൽ ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ we really need to go beyond that textbook of PARC. We need it, okay, but there is much more to this discipline, and this discipline transcends many of the limits and liminalities of biomedicine, is transcended by community medicine effortlessly. Okay, നമുക്ക് ജീവിതത്തിൻ്റെ ഏതൊരു ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ ടിൽ ദി എൻഡ് ഓഫ് ലൈഫ് ആൻഡ് പോസ്റ്റ് ഡെത്ത് ബിറീവ്മെൻറ്റ് സിറ്റുവേഷനിലും ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻകാരന് കയറിച്ചെല്ലാം. ഓക്കെ, because we are not limited by any kind of disciplinary boundaries, okay, which is a unique advantage within the medical profession, especially where it is today and where the medical profession is going. We have this unique advantage. നമ്മളത് പലപ്പോഴും എടുക്കത്തില്ല. നമ്മൾ തന്നെ ഇൻവിസിബിൾ വാൾസ് പണിഞ്ഞ് അതിനകത്ത് പൂട്ടിയിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ ഒരുപാട് പേര് പുറപ്പെടുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ക്യൂരിയോസിറ്റി മാഡം പറഞ്ഞു, നോളജ് ഗെയിൻ പലരും പറഞ്ഞു, ക്വാണ്ടിറ്റി, അബ്സ്ട്രാക്റ്റ് ഐഡിയ എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇത് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വന്നത് ഫാമിലി സപ്പോർട്ടിൻ്റെ കാര്യം. പൊന്നു എന്നാണ് തോന്നുന്നത്, ഡോക്ടർ പൊന്നു ജോസ്, മദേഴ്സ് ലവ്, ഫാമിലി സപ്പോർട്ട്, ഗോഡ്, ഇങ്ങനെ ഒക്കെ പറഞ്ഞു. ഡോക്ടർ രാധിക സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. ഡോക്ടർ ജ്യോതി പ്യുവർ ഓഫ് സോൾ എന്നുള്ള ടേം യൂസ് ചെയ്തു. ലവ്, കമ്പാഷൻ, ഹാപ്പിനെസ് എന്ന ടേംസ് യൂസ് ചെയ്തു. ക്രോണിക് ഇൽനെസ്സിൽ എന്തോ ചെയ്യാനുണ്ട് എന്നാണ് ഡോക്ടർ ജ്യോതി പറഞ്ഞത്. ഡോക്ടർ മോഹിത് പറഞ്ഞത് DEICയുടെ പശ്ചാത്തലത്തിൽ ഒരു സാധാരണ
നോർമൽ ട്രീറ്റ്മെൻറ്റ് ഇൻ എ ഹോസ്പിറ്റൽ, കംപ്ലയിൻസ് കേൾക്കുക, മരുന്ന് കൊടുക്കുക, അതല്ല അവിടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ എന്താണ് അവിടെ? പ്ലേ ഗ്രൗണ്ട് മോഡ് എന്ന് പറഞ്ഞു. അഗെയിൻ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ. ട്രീറ്റ്മെൻറ്റ് എന്ന രീതി അല്ല. സോ എന്താണ് ആ രീതി? വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, നീന പറഞ്ഞത് ക്ലാസ്മേറ്റ് ബെഡ് സോറ് കണ്ടു, ഇങ്ങനെ ഒരു ലൈഫുകളുണ്ട്. പിന്നെ ആൾ എന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ തിരിച്ചറിഞ്ഞില്ല, ആൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇൻ്റർപേഴ്സണൽ കൈൻഡ് ഓഫ് exchange that you shared, thank you very much for that. And you also introduced the concept of spirituality in this. Okay, so I'm not going to this, അങ്ങനെ കുറേ ഉണ്ട്. ഇനി നമ്മൾ ആൾക്കാർ ഞാൻ പറയുകയാണെങ്കിൽ ഓരോരുത്തരെയും ഇങ്ങോട്ട് വിളിച്ചിരുത്തി അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലുള്ള കഥകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒത്തിരി പഠിക്കാനുണ്ട്. ഓക്കെ, ദർ ഇസ് എ ലോട്ട് ടു ലേൺ. സോ ഐ തിങ്ക് ഐ റിയലി ഡോണ്ട് നോ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദിസ് ഇസ് എ കോൺവെർസേഷൻ ദാറ്റ് വി ആർ സ്റ്റാർട്ടിങ്. We are just starting out with this conversation, and I really do hope that these conversations continue, develop and get built up further. ഇതിൽ ഒരു ഏർലിയർ അറ്റംപ്റ്റ് നടത്തിയത് കമ്മ്യൂണിറ്റി മെഡിസിൻ ആലപ്പുഴ സൈറു മാഡം ഹെഡായിരുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസിൽ എമ്പതി ഇൻ മെഡിക്കൽ സ്റ്റുഡൻസ്, അതിനൊരു ടൂള് ഡെവലപ്പ് ചെയ്യാം. രവി ഒരു ദിവസം വരൂ, ഞങ്ങൾക്കൊരു 2 rounds ഓഫ് വർക്ക്ഷോപ്പ്. ഫസ്റ്റ് 2 days ഓൺ ദി ക്വാളിറ്റേറ്റീവ് പാർട്ട് ആൻഡ് ദെൻ 1 month ലേറ്റർ ഓൺ ദി ക്വാണ്ടിറ്റേറ്റീവ് പാർട്ട്. അപ്പോൾ ഒരു ജെഫർസൺ സ്കെയിൽ ഓഫ് എമ്പതി ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു സ്കെയിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ അത് പെയ്ഡാണ്. ഓക്കെ, പെയ്ഡാണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ പാടാം. നമുക്ക് യൂസ് ചെയ്യാവുന്ന നമ്മൾ ഒരെണ്ണം ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ആദ്യത്തെ വർക്ക്ഷോപ്പൊക്കെ നടത്തി. കൺസെപ്ച്വലൈസേഷൻ ഓഫ് എമ്പതി എന്താണ്, നമ്മൾ കുറച്ച് ഫ്രീ വീലിംഗ് ഇൻ്റർവ്യൂസൊക്കെ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ 3 കോവിഡ് കേസ് വരികയും പിന്നീട് വന്ന ലോക്ക്ഡൗൺ എല്ലാവർക്കും അറിയാം. അങ്ങനെ ആ വർക്ക്ഷോപ്പ് നടന്നില്ല. സെക്കൻഡ് ഫേസിലേക്ക് അത് പോയില്ല. സൈറു മാഡം പിന്നെ കോട്ടയത്തേക്ക് ട്രാൻസ്ഫറായി. വി held a tool development workshop, but the topic of empathy somewhere got derailed and it didn't proceed any further. But I still hope someday, somewhere, something like that may happen. Okay. അതിനുശേഷം ഈ ടോപ്പിക്കിൽ ഈ ഒരു രീതിയിൽ എൻഗേജ് ചെയ്യുന്നത് ഇപ്പോഴാണ്. പക്ഷേ ഐ വാസ് ഫോർച്യുനേറ്റ് ഇനഫ് ടു അറ്റൻഡ് എ വർക്ക്ഷോപ്പ് ഓൺ മെഡിസിൻ ആൻഡ് ഹ്യൂമാനിറ്റീസ് വിച്ച് വാസ് കണ്ടക്റ്റഡ്. ദയാ ഹോസ്പിറ്റൽ ഹാഡ് ടേക്കൺ, ബ്രഹ്മപുത്രൻ സാറും ഒക്കെ ലീഡ് എടുത്തിട്ട് ഒരു 5 day വർക്ക്ഷോപ്പ്. ആൻഡ് ദാറ്റ് വാസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ് ടു അറ്റൻഡ്. നല്ല ഒരു ഡിഫറെൻ്റ് വൈബ് തന്നെയായിരുന്നു ആ വർക്ക്ഷോപ്പിന്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും അതേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്ന് അന്ന് മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ റിയലി താങ്ക് ഡോക്ടർ ജോ ഫോർ ഗിവിങ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു കണ്ടിന്യൂ ദോസ് കോൺവെർസേഷൻസ് ഹിയർ. അവിടെ വെച്ചാണ് ഞാൻ അനുവിൻ്റെ ആദ്യമായിട്ട് കാണുന്നതും അനുവിൻ്റെ എക്സ്പീരിയൻസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും. വെരി ഹംബ്ലിങ് ആൻഡ് റെസ്പെക്റ്റ്, ടോട്ടൽ റെസ്പെക്റ്റ് ടു യു, ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ടു യു. ഓക്കെ, ബിഫോർ ഐ പ്രൊസീഡ് ഫർദർ, ഞാനൊരു കുറച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവമുണ്ടോ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്ത് വേണേ പറയാം. I am very broad-minded to accept any. എന്താണ് എവിഡൻസ് ദൈവം ഉണ്ടെന്നുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, see, this is where we need to start moving out. It is very easy. What is the WHO definition of health? എന്താ? It is defined as a state of complete physical, mental, social and spiritual well-being of a person, not merely the absence of a disease or infirmity. എല്ലാവർക്കും അറിയാം. ഞാനൊരു ഡിഫിക്കൽട്ട് ചോദ്യം ചോദിക്കാം, ദൈവമുണ്ടോ?
ഈ മുറിയിൽ തണുപ്പുണ്ടെന്ന് എന്നതിനുള്ള എവിഡൻസ് എന്താ? ഈ ടെമ്പറേച്ചർ ഒന്നും കാണാൻ പറ്റുന്നില്ല, എ സിയും കാണാൻ പറ്റുന്നില്ല. യാ, ഫോർ മീ ഇറ്റ് ഈസ് ദാറ്റ് ഫീലിംഗ്. സി, സ്പിരിച്വാലിറ്റി നമുക്ക് ഇറ്റ് ഈസ് സംതിങ് വി ഫീൽ. ഞാൻ ഐ ജസ്റ്റ് സേ ഗോഡ്സ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇറ്റ്സ് ബിയോണ്ട് ആർ പവർ അല്ലേ, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം സംതിങ് അൺയൂഷ്വൽ വി സീ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഐ ടെൽ യു, ഇപ്പം ഒരു 2 വയസ്സുള്ളൊരു കൊച്ച് നടക്കാൻ പറ്റാത്ത, ഇവൻ കഴുത്ത് പോലും ഉറയ്ക്കാത്ത ഒരു കൊച്ചിനായിട്ട് ഞാൻ ഐ ലിവ്ഡ് വിത്ത് 2 years പക്ഷെ ഐ നെവർ മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ മുറി അടച്ച് ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഐ വിൽ ക്രൈ ആൻഡ് ആസ്ക് ഗോഡ് വൈ. സി, ആഫ്റ്റർ ദാറ്റ് ഒരു അരമണിക്കൂർ ഐ ഗെറ്റ് റെജുവനേറ്റഡ്. സി, അത് ഒരിക്കലും എനിക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് ദാറ്റ് ഫീലിംഗ് ഈവൻ ഫ്രം ദം until now. Thank you for sharing that. Anybody else would like to? ഒരു കാര്യം ഞാൻ പറയാം. ദൈവം ഉണ്ടെന്നോ ദൈവം ഇല്ല എന്നോ സ്ഥാപിക്കുന്നതിലേക്കല്ല ഈ കോൺവെർസേഷൻ പോണേ. നമുക്ക് വേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകൾ. ഓക്കെ, സ്പിരിച്വാലിറ്റി എല്ലാവരും ഇവരൊക്കെ പറയുന്ന മാതിരി ഈ തണുപ്പുണ്ടോ എന്നുള്ള ഫീലിംഗ്, ഇറ്റ്സ് എ ഫീലിംഗ്. അത് ദൈവം സെൻറ്റേർഡായിട്ടുള്ളൊരു ഫീലിംഗ് വേണമെന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് എനിക്കൊരു എക്സാമ്പിളുണ്ട്. ആസ് യു സെഡ്, എനിക്കൊരു മകളുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ ഭാഷ അറിയില്ല. കല്യാണം കഴിഞ്ഞ് അധികം കാലമാവുന്നതിന് മുമ്പ് 1 വർഷം കഴിഞ്ഞ് 2 വർഷം ആകുമ്പോഴേക്കാണ് കൊച്ച് ഉണ്ടായി. കുട്ടിക്ക് 10 മാസമായ സമയത്ത് അന്ന് മൊബൈൽ ഫോണില്ല. എനിക്ക് നൈബേഴ്സിനെ കണ്ടാൽ ചിരിക്കും, ഹായ് ഹായേ ഉള്ളൂ. ആ സമയത്ത് ഈ കുട്ടിക്ക് ഉച്ചനേരത്ത് കഠിനമായ വയറ്റിളക്കവും ഛർദിയും പനിയും കൂടെ വന്നു. എനിക്ക് അഡ്വൈസ് ചെയ്യാനൊന്നും എനിക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ പറ്റില്ല, ഹസ്ബൻഡിനെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. കാരണം ഹസ്ബൻഡ് എന്ന് പറയുന്നത് കൽക്കട്ടയിലൊക്കെ ഒരു കടലിലേക്ക് മുക്കുവാൻ പോകുന്ന മാതിരിയാണ് ഹസ്ബൻഡ് പോയാൽ. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. കാരണം രാവിലെ 9 മണിക്ക് പോയാൽ രാത്രി 10 മണിക്കാണ് തിരിച്ചെത്തുന്നത്. അത്രയും ദൂരെയാണ്. ഞാൻ സോൾട്ട് ലേക്ക് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കുറച്ച് സബർബൻ ഏരിയ ആണ്. അപ്പോൾ എനിക്കറിയില്ല ഈ കുട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നെന്ന്. അവസാനം ഞാൻ കൊച്ചിനെ എടുത്ത് റോഡിലോട്ട് ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഒരു ഡോക്ടർ ഡേ ഒരു ക്ലിനിക് കണ്ടു. അങ്ങോട്ട് കയറി ക്ലിനിക് ഒക്കെ അറിഞ്ഞ് ചെന്നു. പക്ഷേ ഡോക്ടർ പറയുന്നതിൻ്റെ പകുതി എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ ബംഗാളിയിലാണ് സംസാരിക്കുന്നത്. ഒരു പ്രായമായ ഡോക്ടറാണ്. ഡോക്ടർ എന്തൊക്കെയോ കുറിച്ച് തന്നു. അപ്പോൾ മരുന്ന് വാങ്ങണമെന്ന് മനസ്സിലായി. മരുന്ന് കൽക്കട്ടയിൽ വേറെ ഒരു ഇതുണ്ട്. സമ്മർ ടൈമിൽ 3 മണിയാവുമ്പോഴേക്കും ഷട്ടർ ഇടും എല്ലാ ഷോപ്സും. 5 മണിക്ക് പിന്നെ തുറക്കുള്ളൂ. അപ്പോൾ മെഡിക്കൽ ഷോപ്സ് ഒന്നും തുറന്നില്ല. അപ്പോൾ ഇങ്ങനെ തേടി നടക്കുമ്പോൾ ഒരു മാർക്കറ്റിൻ്റെ അവിടെ എത്തി. അവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു മലയാളി ഫ്രണ്ടുണ്ട്. അവരുടെ വീട് ഇവിടെ എങ്ങാണ്ട് ഞാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ മാർക്കറ്റിലേക്ക് ഞാൻ പരിചയമായി പോകുന്നതുകൊണ്ട് ആ വഴി എനിക്കറിയാം. അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഈക്വൽ ഒരു ചെറിയ കൊച്ചുണ്ട്. അവരും കല്യാണം കഴിഞ്ഞ അധിക കാലമൊന്നും ആയിട്ടില്ല. അവർക്കും അറിയില്ല എന്താ പറയേണ്ടതെന്ന്. അവർ ഹസ്ബൻഡ് റിസർവ് ബാങ്കിൽ തന്നെയായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറെ കാണാൻ വന്നാൽ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എവിടെ നിന്ന് വാങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ നോക്കുമ്പോൾ കുട്ടി ബ്ലൂ കളറായിരുന്നു. കണ്ണ് മറഞ്ഞു പോയിരുന്നു, നാവൊന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് പെട്ടെന്ന് പേടിയായിട്ട് ഞാൻ ഡോക്ടർ ഡേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി. എന്നിട്ട് വന്നിട്ട് അപ്പോഴേക്കും കുട്ടി ഇങ്ങനെ ഇതായി പോകുന്നു. അപ്പോൾ എനിക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. ദൈവത്തിനോട് പ്രാർത്ഥന ഇല്ലാത്ത ആളാണ്. ഇന്നും അങ്ങനെ തന്നെ തുടരുന്ന ആളാണ്. എനിക്ക് വയസ്സ് 70 ആവാനായി. അതിലെനിക്ക് വലിയ പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നത് എൻ്റെ സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചിനെ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു കുട്ടി മരിക്കാൻ പോവുകയാണ്. അതെനിക്ക് മനസ്സിലായി. മരണം, ഒരു കുട്ടി മരിക്കുന്ന ആദ്യത്തെ അമ്മയല്ല ലോകത്തിലെ ഞാൻ. അങ്ങനെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. കാരണം കുട്ടികൾ ലോകത്തിൽ ഇതിനു മുമ്പോ മരിച്ചിട്ടുണ്ട്, മൃഗങ്ങളുടെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. എൻ്റെ സ്പിരിച്വാലിറ്റി പ്രകൃതിയുമായിട്ടുള്ള കമ്പാരിസനായിട്ടാണ് ഞാൻ എടുത്തത്. ഇവല്യൂഷനെ പറ്റി ചിന്തിച്ചു. ഇവിടെയൊക്കെ എത്തി നമ്മൾ.
അപ്പോൾ കുട്ടി മരിക്കുന്ന കുട്ടിക്ക് ഒരു അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്തായിരിക്കും? അപ്പം ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ള മരിക്കുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്നതാണ്. ശരി, കുട്ടിക്ക് വെള്ളം കൊടുക്കണം. ഞാൻ വേഗം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. റോസിലി എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. ഫ്രണ്ട് ആകെ പരിഭ്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ കർമ്മനിരതയായി എന്ന് പറയുന്ന മാതിരിയാണ്. ഒരു ഡ്യൂട്ടി ചെയ്യാൻ പോവുകയാണ്. മരിക്കുന്ന കുട്ടിക്ക് എൻ്റെ ഡ്യൂട്ടി ഒരു അമ്മ എന്ന നിലയിൽ. എനിക്ക് കരച്ചിലോ അതൊന്നും അപ്പോൾ വരുന്നില്ല. അപ്പോൾ റോസിലി കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, റോസിലി കരയാതിരിക്കൂ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറ്റിയെ മടിയിൽ വെച്ച് 1 സ്പൂൺ വെള്ളം കൊടുത്തു. 2 സ്പൂൺ, 3 സ്പൂൺ, 4ാമത്തെ സ്പൂണായപ്പോൾ കുട്ടി കണ്ണ് തുറക്കും. കുട്ടി ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് അങ്ങനെ ആയതെന്ന് അന്ന് എനിക്കറിയില്ല. എനിക്കത് മനസ്സിലാക്കാനുള്ള അറിവുമില്ല, ആരും പറഞ്ഞു തരാനും ഉണ്ടായിരുന്നില്ല. ഈ ഡോക്ടർ പറഞ്ഞോ എന്ന് എനിക്ക് അറിയുമില്ല, റോസിലിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ 5, 8, 10 സ്പൂണോടുകൂടി കുട്ടിയുടെ കളർ കുറച്ച് ബെറ്ററായി. ആ കുട്ടി ഇന്നും എനിക്കുണ്ട്. ഷീ ഈസ് നിയറിങ് 50 നൗ. അപ്പോൾ ഞാൻ അന്ന് ആ ധൈര്യം സംഭരിച്ചത് എൻ്റെ ഈ സ്പിരിച്വാലിറ്റിയിൽ നിന്നാണ്. പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് രാത്രി വന്നു. ഞാൻ വീട്ടിലെത്തി. രാത്രി എനിക്കൊരു ഹിസ്റ്റീരിയ മാതിരി ഞാൻ കരച്ചിലായി. കാരണം പെട്ടെന്ന് ഇത് മുഴുവൻ ഭാരം മുഴുവൻ അപ്പോഴാണ് എനിക്ക് പുറത്ത് വന്നത്. പക്ഷേ ഞാൻ അന്നും എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിനെ തിരിച്ചു തരണമേ, ഞാൻ അത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ ഒരുപാട് അങ്ങനത്തെ മരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു സൂയിസൈഡ് പ്രിവെൻഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോഴൊന്നും എനിക്ക് ഒരു ദൈവത്തിൻ്റെ സഹായം ആവശ്യമുണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ സ്പിരിച്വാലിറ്റി, പ്രകൃതിയും അതിനോടുള്ള സഹവാസവും അങ്ങനെയുള്ള സഹജീവികളോടുള്ള നമ്മുടെ അനുതാപത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയല്ലേ കമ്പാഷൻ എന്നെനിക്ക് തോന്നുന്നു. ഇത്ര വർഷത്തിന് ശേഷം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. Again, thank you, madam, for sharing your experience. അപ്പോൾ ഇതിൽ വളരെ എവിടെയൊക്കെയോ ചില സിമിലാരിറ്റീസ് ഉണ്ട് 2 എക്സ്പീരിയൻസിലും, ചില ഡിഫറൻസസും ഉണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് മേക്സ് us ഹ്യൂമൻ. ഞാൻ അഞ്ജലി കൃഷ്ണനെ ഈ ചർച്ച ചെയ്തപ്പം ഞാൻ അഞ്ജലി കൃഷ്ണനോട് പറഞ്ഞു, അഞ്ജലി കൃഷ്ണൻ ഈസ് എ ട്രീ. ഇത് മരമാണ്. അല്ലെന്ന് പറയണമെങ്കിൽ എന്താണ്? സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ്. ഓക്കെ, അഞ്ജലി കൃഷ്ണൻ ഇസ് എ ട്രീ എന്ന് അഞ്ജലിയോട് പറഞ്ഞു. അല്ലെന്ന് നിങ്ങൾ എനിക്ക് പ്രൂവ് ചെയ്ത് തരണം. ഓക്കെ, എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യും? ഇഫ് ഐ ആസ്ക് ദിസ്, ഐ ആം സേയിങ് ദാറ്റ് യു ആർ എ ട്രീ. ദാറ്റ് ഇസ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ വുഡ് യു റെസ്പോണ്ട്? സേ ടെല്ലിങ് വൈ യു ആർ നോട്ട് എ ട്രീ. മൂവ്മെൻറ്റ്, മരത്തിന് മൂവ്മെൻ്റ് ഇല്ലേ കാറ്റ് വരുമ്പോൾ? ഓക്കെ, ലോക്കോ മോഷൻ. ഓക്കെ, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും, മരം പോവില്ല. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ മരമല്ല, മനുഷ്യനാണ്. അപ്പോൾ തീവണ്ടി മനുഷ്യനാണ്. KSRTC ബസ് ഇമോഷൻസ്, feelings, reactions. Okay, so what makes a person or a human? എന്താണ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ ഒരു ബയോളജിക്കൽ എൻറ്റിറ്റിയാണ്. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ ഓർഗാനിസം. അതിനകത്തും ബയോളജിക്കൽ പ്രോസസ്സസ്, നമ്മളെല്ലാവരും ബയോകെമിസ്ട്രി ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം അവിടെ നടക്കുന്നുണ്ട് അല്ലേ? പത്തോളജി അവിടെയുമുണ്ട്, മൈക്രോബയോളജി അവിടെയുണ്ട്. ഓക്കെ, ഇവിടെയും ബയോകെമിസ്ട്രി ഉണ്ട്, സെല്ലുണ്ട്. ഓക്കെ, സോ ഓക്കെ, അത് പ്ലാന്റ് ആണ്. സെല്ലുലോസിൻ്റെ ഒരു ലൈനിങ് ഉണ്ട്, അത് പ്ലാന്റ് സെല്ലാണ്. നമ്മൾ സ്കൂളിൽ പ്ലാന്റ് സെൽ, ആനിമൽ സെൽ പഠിച്ചിട്ടുണ്ട്. സെൽ വാൾ, നമുക്കാണെങ്കിൽ സെൽ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ, അതിന് സെൽ വാളും കൂടെ ഉണ്ട്. അതിന് ക്ലോറോഫില്ലും ഫോട്ടോസിന്തസിസുമാണ്. നമുക്ക് ഹീമോഗ്ലോബിനും ഓക്സിജൻ ട്രാൻസ്പോർട്ടുമാണ്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള. ഓക്കെ, so then animals and humans can be considered one and the same. അങ്ങനെയാണെങ്കിൽ നായകളും പൂച്ചകളും പക്ഷികളും മനുഷ്യരും എല്ലാം വിവേചന ശക്തിയുണ്ട്. എന്താണ് ഈ വിവേചന ശക്തി? മനുഷ്യൻ
ചിന്തിക്കുന്നു, വിലയിരുത്തുന്നു, ശരി തെറ്റ്. പക്ഷെ നമ്മുടെ ഈ ശരി തെറ്റ് ഞാൻ പറയുകയാണെങ്കിൽ അതൊരു കണ്ടീഷൻഡ് സാധനമാണോ? നമ്മൾ പാവ്ലോവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, സൈക്കോളജി പഠിക്കുന്നവരുണ്ട്, അപ്പോൾ അവരും പാവ്ലോവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു നായക്കുട്ടിയെ വെച്ചിട്ട് ഒരു ബെല്ലടിക്കുമ്പോൾ അതിനൊരു സ്നാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറേ പ്രാവശ്യം അങ്ങനെ പിന്നെ ഒരിക്കലും ബെല്ലടിക്കുമ്പോൾ സ്നാക്ക് കൊടുത്തില്ലെങ്കിലും ഉമിനീര് ഊറും. ദ ഡോഗ് ഈസ് നൗ കണ്ടീഷൻ ടു ഹാവ് എ സലൈവറി റിഫ്ലെക്സ് എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ കണ്ടീഷൻഡ് ആണോ? സാറ് ക്ലാസ്സിലോട്ട് വരുമ്പോഴേക്കും വാചകം അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുന്നേക്കും അല്ലേ? അപ്പോൾ കണ്ടീഷനിങ് ആണോ ഈ വിവേചനം? സ്വന്തം ഇഷ്ടപ്രകാരം. അൺപ്രെഡിക്റ്റബിലിറ്റി, അതാണ് അതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ അൺപ്രെഡിക്റ്റബിലിറ്റി എന്നുള്ളതിനൊരു വാക്കുണ്ട്. മനുഷ്യനെ AI, ഇന്നിപ്പോൾ എല്ലാവർക്കും ChatGPT അല്ലെങ്കിൽ മറ്റേ ഗൂഗിളിൻ്റെ AIയുടെ പേരെന്താ, മെറ്റ, ജെമിനി, പിന്നെ മറ്റേ കുറേ ഉണ്ട്. ഓക്കെ, ഞാൻ ChatGPT മാത്രമേ ഇടയ്ക്ക് കുത്താറുള്ളൂ, ബാക്കിയൊന്നും അത്ര അധികം ഫെമിലിയർ ആയിട്ടില്ല. ഈ AIയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? AI പ്രെഡിക്റ്റബിൾ, ഒരു മോഡലാണ്, എ പ്രെഡിക്ഷൻ മോഡലാണ്. മനുഷ്യൻ്റെ അൺപ്രെഡിക്റ്റബിലിറ്റി, അതിനൊരു വേർഡുണ്ട്, സെൻറ്റിയൻസ്. സെൻറ്റിയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? SENTIENCE. Human beings have sentience. That is what makes us human. And this sentience is, അനു പറഞ്ഞതുപോലെ, പലപ്പോഴും നമ്മുടെ റിയാക്ഷൻ കണ്ടീഷൻഡ് ആണെങ്കിലും പലപ്പോഴും അത് കണ്ടീഷനിങ്ങിന് അപ്പുറമുള്ള ഒരു റിയാക്ഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് മനുഷ്യനെങ്കിൽ. ഇനിയും കുറേ ഉണ്ട്, നമുക്ക് ഇന്നത്തെ ഫുൾ ഡേ പലരുടെ എക്സ്പീരിയൻസ് ഷെയറിങ്ങിൽ നമുക്കത് ചർച്ച ചെയ്യാം. ഇതൊക്കെയാണെങ്കിലും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഐ വാണ്ട് ടു സേ ഈസ്, മെഡിസിൻ എങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കും? ഓക്കെ, ഞാൻ മെഡിസിനെ ഡിസ്കൗണ്ട് ചെയ്യല്ല, ഞാൻ MBBS പഠിച്ചതാണ്. എനിക്ക് ഇനിയും ഒരു UG പഠിക്കാൻ ചാൻസ് ഉണ്ട്, മിക്കവാറും ഫെമിലിയാരിറ്റി കൊണ്ടാകാം. പക്ഷേ എങ്കിലും ഞാൻ പറയണേ, ഞാൻ വീണ്ടും ഒരു MBBS തന്നെ എടുക്കും. ഓക്കെ, ഐ ലവ് ദ സബ്ജക്റ്റ്, പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, ലൈബ്രറിയിലൊക്കെ ഒത്തിരി, ഞാൻ UG പഠിക്കുമ്പം ബ്രോൺവാൾഡ് വായിച്ച പാർട്ടിയാണ്. ഓക്കെ, ഐ ലവ് ദിസ് ഡിസിപ്ലിൻ, ഐ ലവ് ദിസ് ഫീൽഡ് വെരി മച്ച്. ഓക്കെ, ഐ ആം അറ്റ് ഹോം വെരി മച്ച് ഇൻ ദിസ് ഫീൽഡ്. ഞാൻ എഞ്ചിനീയറിംഗ്, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് നാളുണ്ടായിരുന്നു. കൃഷി, ഒരു വർഷം കൃഷി പയറ്റിയിട്ടുണ്ട്. പക്ഷേ ഐ ഹവ് നെവർ ഫെൽറ്റ് ഹോം എനിവെയർ ദെയർ, ആൻഡ് ഐ ഫെൽറ്റ് ടോട്ടലി അറ്റ് ഹോം വിതിൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. സോ ഐ ആം നോട്ട് ഡിസ്കൗണ്ടിങ് മെഡിസിൻ. ഇറ്റ് ഈസ് എ പ്രൊഫഷൻ ഐ ലവ്. Okay, it runs in my blood because I love it so much. But I don't, community medicine like vannu, and coming to that, if I am having another chance to do a PG, I might still take community medicine again. Okay, medicine sometimes fails to see the person. Medicine sees the body. Okay, it sees the body and it fails to see the person. പാലിയേറ്റീവ് കെയറിലുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. അപ്പം ഞാനിത് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും കേസിനെയാണ് കാണുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ കേസ് ഓഫ് സംതിങ്, ഇറ്റ് ഈസ് എ കേസ് ഓഫ് സംതിങ് എൽസ്. നമ്മൾ ഒരു ബയോമെഡിക്കൽ റിഡക്ഷൻ അവിടെ നടക്കുകയാണ് ഓഫ് ദ പേഴ്സൺ. ആ പേഴ്സൻ്റെ ചില വശങ്ങൾ അവിടെ നമ്മൾ പയ്യെ we are trained to remove some parts of the person and to think about the body. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ചിത്രയിൽ, എല്ലാ ശനിയാഴ്ചയും വർക്കിംഗ് സാറ്റർഡേസ് ചിത്രയിലൊരു സയൻസ് പ്രസൻറ്റേഷൻ ഉണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച കാർഡിയോളജി ആയിരുന്നു. ശ്രീചിത്ര എന്ന സ്ഥാപനം ഫെമിലിയർ ആണെങ്കിൽ അറിയാം. നമ്മുടെ ക്ലിനിക്കൽ വിങ്ങിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ന്യൂറോളജി ആൻഡ് കാർഡിയോളജിയാണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് മാഡത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴും ദിസ് റെസൊണേറ്റഡ് വിത്ത് വാട്ട് വാസ് ദെയർ. പ്രസൻറ്റ് ചെയ്ത മാഡം, ഷീ വാസ് സെയിങ് അബൌട്ട് ദെയർ വർക്ക് ഓഫ് കൺവെർട്ടിംഗ് ബ്ലൂ ബേബീസ് ടു പിങ്ക്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള ബേബീസിന് നമുക്കൊരു വേർഡുണ്ട്, സയനോസിസ്.
സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഉള്ളവരുടെ സൈനോസിസ് കറക്റ്റ് ചെയ്ത് ബ്ലൂ ബേബീസിനെ പിങ്ക് ആക്കുകയാണ്. അതാണ് കാർഡിയോളജിക്കാർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് റിയലി എ വണ്ടർഫുൾ തിങ്. സം ഓഫ് ദ വെരി ബെസ്റ്റ് ഡോക്ടേഴ്സ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ് doing that kind of work, which I totally respect. Okay. Yesterday I was at this conference in Kasaragod, and there was a presentation on AI and medicine, artificial intelligence and medicine, by a lady in a firm which is working with many of the ministries to develop AI tools for this. And she says that that's where the future is, but she is grounded in reality. അവർ പറഞ്ഞൊരു സെൻറ്റൻസ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. മേ ബി നോട്ട് വെർബാറ്റിം, ബട്ട് ദിസ് ഇസ് വാട്ട് ഷീ കൈൻഡ് ഓഫ് സെഡ്. AI in medicine is not yet very well developed. We still need a human in the loop. What is she trying to say? AI for medicine is not yet well developed. We still need a human in the loop. മനുഷ്യൻ is we still need something, we still need. ഈ AI അൽഗോറിതം ജനറേറ്റ് ചെയ്തത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു മനുഷ്യനിരുന്ന് ക്രോസ് ചെക്ക് ചെയ്യണം ഇപ്പോഴും. ഓക്കെ, ചില മെഡിക്കൽ തിങ്സ് ലൈക്ക് സർജറീസ്, റോബോട്ടിക് സർജറിയൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇറ്റ് വിൽ എവർ റീപ്ലേസ് സർജൻസ് ഓർ അനസ്തെറ്റിസ്റ്റ്. ഓക്കെ, and I don't think AI is going to replace doctors at all. Okay, it may become a tool which doctors use in their practice to help patients, but I don't think it is going to replace at all. But my concern here is the increasing technocentric approach that is happening in medicine. ഇന്ന് എല്ലാവർക്കും ഏറ്റവും വേണ്ട ഡിസിപ്ലിൻ ഏതാ? PGക്ക് റേഡിയോളജി. എന്തുകൊണ്ടാണ് റേഡിയോളജി ഇത്ര പോപ്പുലറായി? പേയ്മെൻറ്റ്, ഓഫ് കോഴ്സ്, യെസ്. സി, വി നീഡ് മണി. ലെറ്റ്സ് ബി റിയലിസ്റ്റിക് ദാറ്റ് ഓൾ ഓഫ് us നീഡ് മണി. EMI അടയ്ക്കണം, പിള്ളേരുടെ ഫീ അടയ്ക്കണം. നാളെ ദിയയുടെ ബർത്ത്ഡേയാണ്, അപ്പോൾ ദിയയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണം. കാശില്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിച്ച് റാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഡയറക്റ്റായിട്ട് പേഷ്യൻ്റായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യണ്ട. ഒരുപാട് പേർക്ക്, എൻ്റെ ഒരു കസിൻ്റെ രണ്ടുപേരും ഡോക്ടേഴ്സാണ് ഹെൽത്ത് സർവീസിൽ. മോനെ അവർ ചൈനയ്ക്ക് വിട്ടു, മെഡിസിൻ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ചൈനയ്ക്ക് വിട്ട് ഡോക്ടറാക്കി. അവൻ തിരിച്ചു വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നെക്സ്റ്റ് ഒക്കെ പാസ്സായി. അവന് റേഡിയോളജി മതി. എന്താ കാര്യം? ആൾക്കാർ ഫേസ് ചെയ്യണ്ടല്ലോ. കമ്മ്യൂണിറ്റി മെഡിസിൻ പബ്ലിക് ഹെൽത്ത് ഒന്നും വേണ്ട. ഓക്കെ, കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പഴയ പേര് PSM, പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിനെ പ്ലീസ് സ്പീക്ക് മോർ എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. അപ്പം വാ തുറക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് റേഡിയോളജി മതി. Okay, so medicine is becoming a field where increasingly we are getting distanced from the person. We may be very close to the body, but we may not be close to the person. There are some reasons why it emerged in that way, and sometimes yesterday we were debating this. 10:10 ആയപ്പോഴത്തേക്ക് നമ്മൾ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെദർ ഈ പറയുന്ന പോലെ ഡോക്ടർ പേഷ്യൻ്റ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ. ഫാമിലി മെമ്പറിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യത്തില്ല, നമ്മുടെ കൈ വിറയ്ക്കും. അപ്പോൾ പിന്നെ എല്ലാവരോടും അതുപോലത്തെ ഒരു ബന്ധമാണെങ്കിൽ നമുക്ക് പറ്റുമോ, ഇമോഷണലി നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ഇന്നലെ രാത്രിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സോ ദെർ ആർ ദീസ് തിങ്സ്. ഓക്കെ, ഡെഫിനറ്റ്ലി ദെർ ഈസ് നോ സിമ്പിൾ ആൻസർ ടു ദിസ് ഹോൾ vague area. What I am trying to do today is to kind of bring back these vague areas into the ambit of medicine. Okay. For that we have to talk a little bit of history, and then we will start listening to some of the first-hand experiences from some of my doctoral students. Historically, medicine started evolving in a certain way, and that can be traced back to Descartes. René Descartes, a philosopher who is very famous for which quote? Descartes. Descartes, René Descartes. I think therefore I am.
cogito ergo sum. Okay, this is a centuries ago. What he said is cogito ergo sum, which translates into I think, therefore I am. So he asked a philosophical question. നേരത്തെ ഞാൻ തമാശയായിട്ട് പറഞ്ഞു അഞ്ജലി കൃഷ്ണൻ ഇസ് എ ട്രീ എന്നാണ്. അഞ്ജലി കൃഷ്ണൻ്റെ ഹ്യൂമാനിറ്റി നമ്മളവിടെ വർണ്ണിക്കാൻ ശ്രമിച്ചതായിരുന്നു. ഓക്കെ, he asked a more radical question. Do I exist? What is the evidence that I exist? And he said, this me asking myself whether I exist, I am thinking, therefore I am. I think, therefore I am. Okay, ഈ ദക്കാർത്ത ഒരു സിമ്പിൾ എക്സാമ്പിൾ ചെയ്തത് ലുക്കിംഗ് അറ്റ് ദ ഹാൻഡ്. ഓക്കെ, he philosophized about the human body in a certain way. The experiment was looking at this hand and he said, am I seeing this hand? Yes, I am seeing my hand. Now reverse this. Where am I? So I proved that I am there. അല്ലേ, ഞാനുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാനുണ്ട്. ഇനി ഞാൻ എൻ്റെ കൈ നോക്കുകയാണ്. I am looking at my hand. Looking at my hand അവിടെ നിൽക്കട്ടെ. Where is me? Where is this I? ഞാൻ എവിടെയാ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഞാൻ എൻ്റെ കൈ നോക്കുകയാണെന്നൊരു സെൻറ്റൻസ് ഞാൻ എഴുതി. ഞാൻ എൻ്റെ കൈ നോക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കുന്നത് ഞാൻ എവിടെയാണ്? കണ്ണിനകത്താണോ? അല്ല. അപ്പോൾ കണ്ണൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. ഓക്കെ, കണ്ണടച്ചാലും ഞാൻ അവിടെയുണ്ട്, കൈ കണ്ടില്ലെങ്കിൽ. അപ്പോൾ അന്ന് ബ്രെയിൻ കൂടുതൽ ന്യൂറോളജി ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഏത് നൂറ്റാണ്ടാണെന്ന് നോക്കണം, 15ഓ 16ഓ നൂറ്റാണ്ടാണ്. അപ്പോൾ ദക്കാർത്ത് പറഞ്ഞു, ഈ ഞാൻ എന്നാൽ എന്താ? എൻ്റെ സോൾ. യു ആർ ടോക്കിംഗ് അബൌട്ട് ദ സോൾ അല്ലേ? മീ means my soul, and this soul is embodied within my body. ഈ ശരീരത്തിൽ അടങ്ങുന്ന ഒരു ആത്മാവ്, അതാണ് ഞാൻ. അപ്പോൾ ഈ ശരീരം ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രം. ഇറ്റ് ഈസ് എ വെസൽ ദാറ്റ് ഈസ് ഹൗസിങ് മൈ ബോഡി, മൈ സോൾ. മൈ ബോഡി in which I am embodied is nothing but a vessel that houses my soul. അന്നത്തെ റിലീജിയസ് ഇഥോസ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, അന്ന് ഡിസെക്ഷൻ വാസ് നോട്ട് പെർമിറ്റഡ്. The church did not permit dissection. Okay, because the body was considered with some sanctity and dissection was not permitted. Descartes' radical philosophizing was accepted by the colonial, the European and the English universities. If you Google for Descartes, you will find he did a lot of animal dissections, and he also argued for human dissection. അപ്പം ദക്കാർത്തയുടെ ഫിലോസഫി എന്താ ചെയ്തത്? നമ്മുടെ സോളിനെ നമ്മുടെ ബോഡിയിൽ നിന്നും വേർതിരിച്ചു. ദക്കാർത്തയുടെ ഫിലോസഫി അനുസരിച്ച് എൻ്റെ സോൾ വേറെ, എൻ്റെ ബോഡി വേറെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്തും ചെയ്യാം. സോൾ ഈ ബോഡി വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ പോയി, ആ വെസൽ മാത്രം ബാക്കി, എന്തും ചെയ്യാം. സോ ഇഫ് യു ഗൂഗിൾ ഫോർ റെനെ ദക്കാർത്തെ ആൻഡ് ഹിസ് ഇൻഫ്ലുവൻസ് ഓൺ ഡിസെക്ഷൻ, and then we had anatomy emerging as a very important field. നമ്മളിപ്പോഴും ഗ്രേറ്റ് സെറിബ്രൽ വെയിൻ ഓഫ് ഗാലൻ എന്നൊക്കെ പഠിക്കും. ആ ഗാലൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് അനാറ്റമിയിൽ ഡെവലപ്മെൻറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഫോർ സെഞ്ച്വറീസ്. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ Descartes lobbying that anatomy started developing. ആൻ്റണി വാൻ ല്യൂവൻഹോക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് histology started developing, embryology started developing.
പാസ്റ്റർ ആൻഡ് റോബർട്ട് കോക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും മൈക്രോബയോളജി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ്, pharmacology started developing, and medicine reached where it is today because of, or medicine has this legacy of what we call Cartesian dualism. Cartesian dualism. Dualism എന്താണെന്ന് ഇപ്പം ഏകദേശം മനസ്സിലായോ? നമ്മൾ വ്യക്തിയുടെ സോളിനെ, വ്യക്തിയുടെ സോൾ അതിനെ ശരീരത്തിൽ നിന്നും മാറ്റി. ഈ കാർട്ടീഷ്യൻ ഡ്യുവലിസം is the legacy of biomedicine that we have today. But from all of your experiences that you shared, you were not talking about the biological body. She was talking about a friend with a bed sore. ഇങ്ങനെയും ഒരു ജീവിതം. She was talking about a child that she showed to nature. Madam was talking about giving water to a child. Okay, the child was blue in color and giving water to the child. Madam അവിടെ സയനോട്ടിക് ഡീഹൈഡ്രേഷൻ എന്ന് പിന്നീട് പഠിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മാഡം അന്ന് പറയുന്നത് മാഡത്തിൻ്റെ വികാരങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് വാസ് നോട്ട് എ വെരി, am I wrong if I say that that was a very mechanical act or ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തില്ല എന്ന് വെച്ച് ഇമോഷണൽ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു മെഷീൻ പോലെ എന്ന് നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ഒരു മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ ഞാനതങ്ങ് ചെയ്തു. ഓക്കെ, മെഷീൻ പോലെയാണെങ്കിലും വികാരങ്ങൾ അവിടെ ചിലപ്പോൾ അടക്കി പിടിച്ചിട്ടായിരിക്കും. സോ ദിസ് മെഡിസിൻ ഹാസ് ദിസ് ലെഗസി ഓഫ് സെപ്പറേറ്റിംഗ് ദ സോൾ, ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻഡ് ദ മൈൻഡ്, പിന്നീട് നമ്മുടെ സൈക്കോളജിയും സൈക്കാട്രിയും ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും മൈൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു സെപ്പറേഷൻ അവിടെ നിലനിന്നിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കമിങ് problematic. It started becoming problematic because as psychiatry started developing more and more, biomedical explanations maximum നോക്കിക്കൊണ്ടിരുന്നപ്പോഴും sometimes it doesn't explain everything. Globus hystericus, തൊണ്ടയിൽ എന്തോ ഉണ്ടെന്ന് തോന്നുക. Somatization. Okay, psychiatry struggled to reduce every syndrome into fitting into a biomedical category. There are so many things in psychiatry where this doesn't fit. Coming back to my first question, if we take psychiatry very literally, then belief in God is a delusion. ശരിയല്ലേ? ഡെല്യൂഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഇല്ലാത്തതൊന്ന് വിശ്വസിക്കുക അല്ലേ? ഉണ്ടെന്ന് എന്താ പ്രൂഫ് ദൈവത്തിൻ്റെ? എനിക്കൊന്നും ഒരിക്കലും നമുക്ക് പ്രൂഫ് കിട്ടത്തില്ല. വെദർ ഗോഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡിബേറ്റിലേക്ക് പോകണ്ട. പലരും പല രീതിയിൽ സ്പിരിച്വാലിറ്റി, ഡിവിനിറ്റി തിരിച്ചറിയുന്നു, ഉൾക്കൊള്ളുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഇഫ് യു ടേക്ക് ആൻ അബ്സല്യൂട്ട് റാഷണൽ സ്റ്റാൻഡ്, അത് മൊത്തം ഡെല്യൂഷനാണ്. ഓക്കെ, we are doing that today. There is a project in Kerala. ട്രൈബൽസിൻ്റെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ, അവരോട് കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ, അവർക്കറിയാം നമ്മൾ വരുന്നത് എവിടെ നിന്നാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഇത്തിരി അസുഖങ്ങളും ഇതൊക്കെ ആദ്യം പറയത്തുള്ളൂ. അവരുടെ കൂടെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് പഠിപ്പിച്ചു തരും. വൺസ് ദേ റിയലൈസ് ദാറ്റ് വി ആർ നോ ലോങ്ങർ എ ത്രെറ്റ്, അവർ പഠിപ്പിച്ചു തരും. മരണമൊന്നും നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല. മരണത്തിൻ്റെ കാരണം അറിയണമെങ്കിൽ ഡോക്ടർമാർക്ക് അറിഞ്ഞുകൂടാ. മരിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഡൂ സം റിച്വൽ. മരിച്ച ആൾ ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിൽ കയറും, എന്നിട്ട് പറയും എന്തുകൊണ്ടാണ് ഞാൻ മരിച്ചതെന്ന്. അത് കാട്ടിലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറയും. അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ ആ ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നേരെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് സീൻ ഇനഫ് ഡോക്ടേഴ്സ് ടു നോ ദാറ്റ് ഇത് പറഞ്ഞാൽ
പണി കിട്ടുന്നത്. അവർ പറയത്തില്ല. ഇതിനൊരു ഡയഗ്നോസിസ് ഉണ്ട്, ഇതിനിന്ന് മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു മരുന്ന്, ആ ഒരു ട്രൈബൽ ഇതിനൊരു, ഞാൻ ആ എവിടെയോ എഴുതിയെടുത്തിട്ടുണ്ട് ഏതോ ഒരു നോട്ടിൽ. നമ്മുടെ MSF മീറ്റിങ്ങിന് നമ്മൾ MFC ആ മീറ്റിങ്ങിന് നമ്മൾ പോയപ്പോൾ ആ ഇംഹാൻസ് അവിടുത്തെ ഈ പ്രോജക്റ്റിൽ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് എന്താണെന്ന്. അവർ ഡയഗ്നോസ് ഇട്ട് മരുന്ന് കൊടുക്കുക, എന്നിട്ട് പറയുക ഇത് വലിയ പ്രോബ്ലമാണ് ഡോക്ടറെ, അവരാരും മരുന്ന് കഴിക്കത്തില്ല. ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ഇൻ ദ ലാർജർ പിക്ചർ നമ്മളുമൊക്കെ അങ്ങനെയല്ലേ? ഓക്കെ, only thing is maybe we are much more organized, much more systematic than that. Okay, so where do we align this being human, living in certain contexts, having lived experiences which are shaped by the context that we are in, and how can we as health professionals give a space for that within our biomedical disciplines: anatomy, physiology, biochemistry, patho, micro, pharmac, forensic. I love all these subjects. Microbiology, the bugs that are transmitted through worms, transmitted helminths through fecal-oral route, EAT, Enterobius ascaris trichuris. Okay, origin, insertion, nerve supply and action of extensor carpi radialis longus, scaphoid, lunate, tricutal pisiform. ഇതൊക്കെ 25 കൊല്ലമായി മറന്നുപോയി തുടങ്ങി, എങ്കിലും ഇങ്ങനെ കുറേ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനിയും പഠിക്കണമെങ്കിൽ വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഈ വേഗ്, ഡിഫിക്കൽട്ട് ടു അബ്സ്ട്രാക്ട്, ലൈക്ക് യു കറക്റ്റ്ലി സെഡ്, കൺസെപ്റ്റ്സ് എങ്ങനെ കൊണ്ടുവരാം. ആൻഡ് വി ആർ ട്രൈയിങ് ഇറ്റ്. ആൻഡ് ഐ എം thankful to my doctoral students. We have a range of people working on a range of topics. So I was lucky to be able to manage to bring 4 of them here. We have Anjali Krishnan. She is a physiotherapist. And so she worked in the State Health Systems Resource Center, Kerala. കേരളത്തിലെ 10 സ്ട്രോക്ക് യൂണിറ്റ് തുറപ്പിക്കുന്നതിലും ഫങ്ഷൻ ചെയ്യിക്കുന്നതിലും പുറകെ നടന്നിരുന്ന ഒരു ലേഡിയാണ്. ആഫ്റ്റർ ദ DHS ആൻഡ് ദി ഡോക്ടർ ബിപിൻ ഗോപാൽ. അതുകൊണ്ട് ഹെൽത്ത് സെക്രട്ടറി എല്ലാവർക്കും അറിയാം. ഷീ ഈസ് നോക്ക്ഡ് ഓൺ ഇനഫ് ഡോർസ് ടു ഗെറ്റ് ദ സ്ട്രോക്ക് പ്രോഗ്രാം functioning well. Now she is working with MR Rajagopal sir. That's where she started her career. She's gone back and she's planning to start a person-centric stroke rehabilitation in Pallium, India as part of her PhD work, hoping in future to extend that to person-centric neuro rehabilitation. I also have we have here Arsha. So Arsha is right from her master's day, she was concerned with caregiver burden. So caregiver burden, care itself is an abstract thing and caregiving is again abstract, and when is it caregiver burden, that is also abstract. So she has actually developed a tool as part of her master's project and got it published in a good journal, the Journal of Palliative Medicine. And she's continued to work in that topic and she has theorized extensively on care. Okay. And in this talk, she says she's trying to talk about the context where care emerges. So she's not going to talk much about care. She's going to talk about a context where care emerges, that is when there is suffering. So she's trying to talk about suffering. I have Preenu here. Preenu in her master's dissertation looked at stress of mothers of children with a diagnosis of autism spectrum disorder. Okay, and then she's continued to work in multiple projects, but she's come back to this. She found that the calling is still in children with developmental disabilities, and she's reached a place where, you know, she cannot not see the mother in the picture. When she talks about rehabilitation of a child with developmental disability, I think look closely and you see that there is also the mother and there is a story with the mother also. It is there. And Bashir is working in the community eye care of Chaitanya Sight Foundation,
and is aspiring to do a PhD with us, and he is interested in aging, and we are working with a lot of projects in aging. So I find that some of you, especially from Amala, there's a team working with aging, so that's very interesting. So he was part of a team on fall risk reduction, and why I brought him here is because അവൻ തിരിച്ചു വന്ന് കഥ പറയും. ഓക്കെ, ഇന്നത്തെ കഥ എന്ന് പറഞ്ഞിട്ട് അവൻ കഥ പറയും. എന്നിട്ട് there is a big difference between seeing the patient and seeing the person. എനിക്ക് ഏറ്റവും അതിലിഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ is the one where he failed miserably. Okay, something which he failed miserably, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. So it's a നെഗറ്റീവ് മാർക്ക് ഇൻ ദ റെസ്യൂമേ, അല്ലെങ്കിൽ ഒരു ഇത് പറയുമ്പോൾ അത് അവനെ കൊണ്ട് പറ്റത്തില്ല. പോമ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? പോമയുടെ ഫുൾ ഫോം എന്താ? മൊബിലിറ്റി അസസ്മെൻ്റ് ആണ്. അതിൽ ഒരു സ്റ്റേജിൽ നമ്മൾ പാർട്ടിസിപ്പൻറ്റിനെ തള്ളണം. ഓക്കെ, പാർട്ടിസിപ്പൻറ്റിനെ തള്ളുമ്പോൾ അവർ വീഴുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള പ്രായമായ അച്ഛനമ്മമാരെ തള്ളണം. അവന് പറ്റത്തില്ല, അവൻ മുങ്ങൽ വിദഗ്ധന, അങ്ങനെ അത് ചെയ്യത്തില്ല. സോ ഐ ഫെൽറ്റ് വൈ ദിസ് ഇസ് സോ. ഓക്കെ, എന്നാൽ ഈ പാർട്ടിസിപ്പൻസ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ബഷീർ ഡോക്ടർ എവിടെ? ഓക്കെ, പൊതിഞ്ഞ് വെച്ച് കുചേലൻ കൃഷ്ണന് വേണ്ടി അവിൽപ്പൊതി പൊതിഞ്ഞ് ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്ന് ബഷീർ ഡോക്ടറിന് മുട്ടായി കൊടുക്കും. ഇവർക്ക് എല്ലാവർക്കും അവനെ കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഐ തോട്ട്, ആൻഡ് ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് ഇൻ ഏജിങ്. സോ ടുഡേ വി ഹാവ് ദീസ് എക്സ്പീരിയൻസസ്, ബട്ട് ഐ എം ഷുവർ വി ഹാവ് ഫാർ മോർ എക്സ്പീരിയൻസസ് ഫ്രം ഓൾ ഓഫ് യു. ആൻഡ് ദിസ് ഈസ് നോട്ട് എ പ്രസൻറ്റേഷൻ കൈൻഡ് ഓഫ് തിങ്, ഒരു ചർച്ചയാണ്. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം ഏബിൾ ടു kind of bring some clarity to a few concepts which I feel are core to medicine and medical practice, and not something to be like done as an aside. നമുക്ക് ഇത്തിരി സമയമുള്ളപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളതല്ല. മെഡിക്കൽ പ്രാക്ടീസിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങളാണ് എമ്പതി, കമ്പാഷൻ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ശാസ്ത്രീയമായിട്ടാണെങ്കിലും അത് താഴ്ത്തേണ്ട കാര്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബൈ വേ ഓഫ് തിയറി, these are somewhat heavy concepts, but I have introduced the concept of Cartesian dualism. Okay, René Descartes, his philosophy of cogito ergo sum, I think therefore I am, but I am embodied within a vessel which is my body, and I am separate, I am beyond that. And this Cartesian dualism created a schism in medicine where we focus on the body extensively. So I was at a conference in CMC Vellore last year where the medicine professor showed a kind of sagittal section and said that we are interested only till the skin, but the determinants of disease are not within the body, they are outside, but we are interested only up to the skin. So that is an example of the Cartesian dualistic approach that we have had. Now people have always challenged this, and one person who challenged Cartesian dualistic thought is Maurice Merleau-Ponty. Maurice Merleau-Ponty, instead of the experiment of seeing, he kind of experimented, kind of philosophized on touching like this. And I am not going into details of that because it requires you to read, reflect several times to understand that. But he said that the body is an enigma. The body is an enigma where we cannot separate the soul or the mind. By that time people had started calling it mind rather than soul. We cannot separate the body from the mind, and therefore the body is an enigma.
And he has two concepts which I will introduce before handing over the mic to Anjali. He talked about something called body schema and something called body image. Okay. എല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഓക്കെ. ഏത് കയ്യിലാ കപ്പ് പിടിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എല്ലാ വിരലും കൂട്ടിച്ചേർത്താണോ പിടിച്ചത്? അതോ കോൺഫിഡൻ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ദ ബോഡി സ്കീമ. ഓക്കെ. ദർ ഇസ് ആൻ ഇൻറ്റൻഷനാലിറ്റി. നേരത്തെ പ്രെഡിക്റ്റബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത് തുല്യമായിട്ടൊരു ടേം ഇവിടെ ഞാൻ പറഞ്ഞു. ദർ ഇസ് ആൻ ഇൻറ്റൻഷനാലിറ്റി. ഞാനിപ്പോൾ ഇങ്ങോട്ട് നടക്കുന്നു, ഒരു പടി കയറുന്നു. പക്ഷെ സാധാരണ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. നമ്മൾ എക്സാക്ട്ലി എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നില്ല. നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യുകയാണ്. സോ ബോഡി സ്കീമ ഇസ് സംതിങ് വിച്ച് വി ആർ നോട്ട് അവെയർ ഓഫ്, ആൻഡ് it's a philosophical concept, so it may be confusing when you hear it for the first time. Body schema refers to what Merleau-Ponty calls the invisible body. നമ്മുടെ ശരീരം നമുക്ക് ഇൻവിസിബിളാണ്. നമ്മുടെ ശരീരം നമുക്ക് സാധാരണ ഇൻവിസിബിളാണ്. ഞാൻ ഏത് കപ്പ് എങ്ങനെയാണ് പിടിച്ചത്? നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ദോശ കഴിച്ചു. എങ്ങനെയാണ് ആ ദോശ പീസാക്കിയത്? തമ്പ് വെച്ചിട്ട് ഇങ്ങനെയാണോ കൃത്യമായിട്ട് വെച്ചാൽ അറിഞ്ഞൂടാ. ദോശ കഴിച്ചു എന്നതേ ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ പല ഫങ്ഷൻസും ഇൻറ്റൻഷനാലിറ്റി ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണ് എക്സാക്ട്ലി ചെയ്തതെന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കത്തില്ല. വി ആർ നോട്ട്, ഈച്ച് സ്റ്റെപ്പ് ഈസ് നോട്ട് എ റാഷണൽ ഡിസിഷൻ. നൗ ഐ ആം ഗോയിങ് ടു ഫ്ലെക്സ് മൈ ലെഗ്, ഐ എം ഗോയിങ് ടു പ്ലേസ്, നൗ ഐ എം ഗോയിങ് ടു ഫ്ലെക്സ് മൈ അതർ ലെഗ്. അങ്ങനെ ഓരോന്ന് നമ്മളൊരു റാഷണൽ ഡിസിഷൻ എടുത്തിട്ട് ചെയ്യുന്നതല്ല. അതിനെ ബോഡി സ്കീമ എന്ന് പറയും. പക്ഷെ നമുക്ക് ബോഡി പൂർണ്ണമായിട്ടും തിരിച്ചറിയാത്തതല്ല. നമുക്കെല്ലാവർക്കും ഒരു ബോഡി ഇമേജും കൂടെയുണ്ട്. ഓൾ ഓഫ് us have a body image. Okay. Body schema and body image may be very different. Okay. Like with every philosophical tenet, ഒരാൾ ഒരെണ്ണം ഉണ്ടാക്കും, മറ്റൊരാൾ അതിനെ അഴിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതിനെ കാര്യമായിട്ട് അഴിച്ചത് നമ്മൾ ഓർക്കേണ്ടതുമായ ഒരാളാണ് സിമോൺ ദിബോവ, ദ ഓഥർ ഓഫ് എ ബുക്ക് കോൾഡ് ദ സെക്കൻഡ് സെക്സ്. ഓക്കെ. അവർ പറഞ്ഞു, നിങ്ങളുടെ ഈ ബോഡി സ്കീമ, ബോഡി ഇമേജ് കാറ്റഗറൈസേഷനൊക്കെ പുരുഷന്മാർക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പറ്റും. സ്ത്രീകൾക്ക് അങ്ങനെ എക്സാക്ട്ലി സെയിം അല്ല. സ്ത്രീകളുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഡിഫറൻ്റ് ആണ്. നിങ്ങളുടെ ക്ലാസിക്കൽ ബോഡി സ്കീമ, ബോഡി ഇമേജ് ഡൈക്കോട്ടമി മേ നോട്ട് വർക്ക് ഫോർ വിമൻ. സോ ആ ഒരു കാവിയറ്റും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ മുന്നോട്ട് പോകുന്നത്. ബോഡി സ്കീമ എപ്പോഴാണ്, ഈ ഇൻവിസിബിൾ ബോഡി നമുക്ക് എപ്പോഴാണ് വിസിബിൾ ആവുന്നത്? നമുക്കെപ്പോഴാണ് നമ്മുടെ തല നമ്മൾ ശ്രദ്ധിക്കുന്നത്? തലവേദന വരും. ഇന്ന് രാവിലെ ജോബിൻസ് പറയായിരുന്നു പല്ലുവേദന സഹിക്കാൻ വയ്യ. പല്ലുവേദന ഉള്ളപ്പോഴേ പല്ലിനെക്കുറിച്ച് ആലോചിക്കും. ഉടനെ ജോ പറഞ്ഞു, പല്ലുവേദനയല്ല, അതിനേലും വിഷമം ചെവി വേദനയാണ്. ചെവി വേദന വരുമ്പോഴേ നമ്മൾക്ക് എപ്പോഴും ചെവി അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ചെവിയെക്കുറിച്ച് അധികം ഓർക്കത്തില്ല. സോ വെൻ ഡസ് ദ ബോഡി ബിക്കം വിസിബിൾ? വെൻ ദർ ഇസ് എ ഡിസീസ് ഓർ ദർ ഇസ് എ സിംറ്റം. എന്തെങ്കിലും ഒരു അസുഖമോ ഒരു ഡിസീസ് ഓർ ഇൽനെസ് ഓർ എ സിംറ്റം makes the body visible. So that is a paradox. It's a philosophical thought. It's a thought exercise, but it's a paradox. നമ്മൾ നമ്മുടെ ശരീരത്തിനെ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? നമുക്ക് ആ ശരീരത്തിൻ്റെ ഇൻറ്റൻഷനാലിറ്റി, ഫങ്ഷണാലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളതിനെ, ശരീരത്തിൻ്റെ ആ ഭാഗത്തിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം സ്ട്രോക്ക്. ഓക്കെ. സാധാരണ നമ്മൾ രാവിലെ എണീക്കുന്നു, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പോകണം. സ്ട്രോക്ക് വന്നു കഴിയുമ്പോഴാണ് എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് താക്കോല് തിരിക്കാൻ പറ്റുന്നില്ല, പല കാര്യങ്ങളും ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർസ് ആണ്. നമ്മൾ ബയോമെഡിക്കൽ ഭാഷയിൽ നമ്മളിതിനെ ഹെമിപാരസിസ്ന്നോ ഹെമിപ്ലീജിയ എന്നോ വിത്ത് കോഗ്നിറ്റീവ് അല്ലെങ്കിൽ സ്പീച്ച്
അല്ലെങ്കിൽ വിഷൻ എങ്ങനെയാണ് വി കോൾ ഇറ്റ് എ TIA, വി കോൾ ഇറ്റ് ന്യൂറോളജി. 5 തരം സ്ട്രോക്കുകളാണ് ശ്രീചിത്രയിലെ ന്യൂറോളജിക്കാരെപ്പോഴും പറയുന്നത്. ഒരെണ്ണം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ, ലാക്കുണാർ. പക്ഷേ 5 തരം ഇഷ്കീമിക് സ്ട്രോക്ക് ഉണ്ട്, ത്രോംബോഎംബോളിക് സ്ട്രോക്ക് ഉണ്ട്, ഹെമറേജിക് സ്ട്രോക്ക് വേറെയുണ്ട്. സോ വി ഹാവ് ദിസ് ഡീറ്റെയിൽഡ് ബയോമെഡിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്ട്രോക്ക്. പക്ഷേ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഹാവ് എ സ്ട്രോക്ക് വെൻ വി ലുക്ക് അറ്റ് ദിസ് പേഴ്സൺ ആൻഡ് നോട്ട് ദ ബോഡി? ഓക്കെ, ആ പേഴ്സണിന് കയ്യിൻ്റെ ഉപയോഗം തിരിച്ചറിയുന്നത് ശരിക്കും എപ്പോഴാണ്? ആ കൈ ഉപയോഗശൂന്യമാവുമ്പോഴാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലാണ് സ്ട്രോക്കും സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ. We are trying to put the person into the center of stroke rehabilitation.